താങ്കൾ ഒരു രാഷ്ട്രീയക്കാരനാണ്, ഒരു രാഷ്ട്രീയ അനുഭാവിയാണ്. കാരണം രാഷ്ട്രീയ അനുഭാവി എന്ന് വളരെ വ്യക്തതയോടുള്ള മുസ്ലിം ലീഗിൻ്റെ കാഴ്ചപ്പാട്, മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ കാഴ്ചപ്പാടുണ്ട്. തീർച്ചയായും ഈ ചോദ്യം താങ്കളോട് ചോദിക്കണം. വികസനത്തിൻ്റെ കാര്യത്തിൽ രാഷ്ട്രീയ പാർട്ടികളുടെ ഉത്തരവാദിത്വം എത്രത്തോളമാണ്? കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ കുറവാണ്. കാരണം ഇതിന് ഇപ്പം നമ്മൾ വികസിത രാജ്യങ്ങളെ എടുക്കുകയാണെങ്കിൽ, അമേരിക്ക ആണെങ്കിലും യൂറോപ്യൻ രാജ്യങ്ങളാണെങ്കിലും അവിടെയും ഭരണം മാറാറുണ്ട്, പക്ഷെ വികസനം മാറാറില്ല. വികസനം ഒരു മാസ്റ്റർ പ്ലാനിനെ അടിസ്ഥാനപ്പെടുത്തി രൂപീകരിക്കുന്നതാണ് വികസനം. അതൊരു ഭരണകർത്താവിനെ ആശ്രയിച്ച് ഉണ്ടാക്കുന്നതല്ല. അതിനൊരു പ്രൊഫഷണൽ ഏജൻസീസ് ഉണ്ട്. അവർ പറയും ഇന്ന വികസനമാണ് ഇവിടെ വേണ്ടത്. ആ മാസ്റ്റർ പ്ലാൻ അംഗീകരിച്ച ഏത് സർക്കാർ വന്നാലും അത് നടപ്പിലാക്കാനുള്ള ഉത്തരവാദിത്വവും അതിനുള്ള ശക്തിയും അവർക്ക് ഉണ്ടാവണം. അതിലും ഇപ്പോൾ നേരത്തെ ഒക്കെ പറഞ്ഞ പോലെ ഒരു കൂട്ടായ്മ നമുക്കില്ല എന്ന് പറയുന്നതിനോട് യോജിക്കുന്നു. കാരണം നമ്മൾ മറ്റ് സ്റ്റേറ്റുകളിൽ നോക്കുമ്പോൾ മൊത്തത്തിലൊരു കാവേരി തർക്കം വന്നപ്പോൾ തന്നെ കർണാടക ആയിരുന്നാലും തമിഴ്നാടായിരുന്നാലും അവർ തമ്മിലുള്ള പ്രശ്നത്തിൽ ഏത് പാർട്ടി ആയിരുന്നാലും സ്റ്റേറ്റിന് വേണ്ടിയാണ് നിലകൊള്ളുന്നത്. കാരണം നമ്മുടെ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം വികസനത്തിൻ്റെ കാര്യത്തിൽ അവർ സെപ്പറേറ്റ് ആണ്. ഇപ്പോൾ വന്ന നമ്മുടെ സ്മാർട്ട് സിറ്റിയുടെ കാര്യമായിരുന്നു. തീർച്ചയായിട്ടും ഇതിപ്പം നമ്മൾ പൊളിറ്റിക്കൽ ഗെയിനാണ് നോക്കുന്നത്, ഒരു ഡെവലപ്മെന്റ് ഓഫ് ദ സ്റ്റേറ്റ് അല്ല. അതാണ് നമ്മൾ വളരെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ അഭിവൃദ്ധിയോ അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ സമഗ്രമായ ഒരു പ്രോഗ്രാമോ ചെയ്യാതെ നമ്മുടെ രാഷ്ട്രീയമായി വിജയിക്കണം. അതാണ് ഈ സംസ്ഥാനം നമ്മൾ ഇതുവരെ കണ്ടുകൊണ്ടിരുന്ന ഏറ്റവും വലിയ വിപത്ത് എന്ന് തന്നെ പറയണം. കാരണം നമ്മൾ ഒരടി മുമ്പോട്ട് പോകുമ്പോൾ രണ്ടടി പിറകോട്ട് വരുന്നു. അപ്പോൾ ഒരടി മുമ്പോട്ട് വെക്കാൻ ധൈര്യപ്പെടുന്നില്ല ആൾക്കാർ, അത് രണ്ടടി ഉടനെ നമ്മുടെ ബാക്കിലേക്ക് വരേണ്ടി വരുന്നു. അപ്പോൾ അത് ഒഴിവാക്കി നല്ല കാഴ്ചപ്പാട് കൂടി സുസ്ഥിരമായ ഡെവലപ്മെൻറ്റ് ഈ സംസ്ഥാനത്ത് ഉണ്ടാവണമെങ്കിൽ ഇതിനൊരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാവണം. നമ്മളിപ്പം കാസർഗോഡ് ഒരു കോളേജ് വന്നാൽ അത് കണ്ണൂരും ഒരു കോളേജ് വേണം, ഇല്ലെങ്കിൽ മഞ്ചേശ്വരത്തും ഒരു കോളേജ് വേണം. നമ്മൾ കാസർഗോഡോ കണ്ണൂരോ വേറെ എവിടെയെങ്കിലോ ഇത് എവിടെ വേണം, ഇതിൻ്റെ ആവശ്യക്കാർ എത്രയുണ്ട്, അതിൻ്റെ പോപ്പുലേഷൻ്റെ സ്ഥിതി എന്താണ്, അങ്ങനെ നമ്മൾ ഒരു പ്ലാൻ ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് നമുക്ക് ഒരുപാട് ഡ്യൂപ്ലിക്കേഷൻ വരുന്നുണ്ട്, ഒരുപാട് പൈസ വെറുതെ കളയുന്നുണ്ട്, നമ്മൾ വികസനം നടക്കാതെ പോകുന്നുണ്ട്. ഒരു സർക്കാർ തുടങ്ങിയ വികസനം മറ്റു സർക്കാർ വന്നാൽ അത് മരടിച്ചു പോകുന്നുണ്ട്, പിന്നൊരു സർക്കാർ തുടങ്ങി പിന്നൊരു സർക്കാർ വരും അതും മരടിച്ചു പോകുന്നുണ്ട്. കാരണം നമ്മൾ ഈ ബജറ്റിൽ പോകുന്ന കാശൊക്കെ വളരെ വേസ്റ്റായി ചെലവഴിക്കുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം. താങ്കൾ വിദ്യാഭ്യാസ മേഖലയിൽ വളരെ ശ്രദ്ധേയനാണ്. കാസർഗോഡ് ജില്ലയിൽ ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ താങ്കൾ നടത്തുന്നുണ്ട്. എന്തൊക്കെയാണ് ആ വിദ്യാഭ്യാസ മേഖലയിലേക്ക് ഫസ്റ്റ് കടന്നു വരാനുണ്ടായ സാഹചര്യം ഉണ്ടായിരുന്നു? അത് എനിക്ക് ഏറ്റവും അധികം പ്രചോദനം നൽകിയത് നമ്മുടെ മരിച്ചുപോയ മുഖ്യമന്ത്രി CH മുഹമ്മദ് കോയയാണ്. ഞാൻ അദ്ദേഹം വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്നു. അദ്ദേഹം മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും ഒക്കെ ആയിട്ടുണ്ട്. അദ്ദേഹം ഒരു പ്രാവശ്യം കാസർഗോഡ് വന്ന് കാസർഗോട്ടുകാരോട് പറഞ്ഞാൽ എന്താ അറിയും, ഒന്നിക്കൽ നിങ്ങൾ പഠിക്കുക ഇല്ലെങ്കിൽ നശിക്കുക എന്നാണ്. ഇന്ന് കാസർഗോഡ് ജില്ലയിൽ സൗജന്യ വിദ്യാഭ്യാസം നൽകുന്നു. വിദ്യാഭ്യാസം അത് നടത്തുന്ന സ്കൂളിൽ കൊടുക്കുന്നുണ്ടല്ലോ. ഉണ്ട്. ഞങ്ങൾ കുഞ്ചാർ ഹൈസ്കൂളിലുണ്ട് 10ാം ക്ലാസ് വരെ ഉള്ള വിദ്യാഭ്യാസം സമ്പൂർണ്ണ സൗജന്യമാണ്. അൺഎയ്ഡഡ് സ്കൂളാണ്, സർക്കാർ ഗ്രാൻഡ് ഒന്നുമില്ല. അതുപോലെ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 10ാം ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസം നമ്മൾ പെൺകുട്ടികളുടെ സ്കൂളാണ്, സൗജന്യമായിട്ട്. ആ സ്കൂളുകളിൽ ഒരുപാട് കുട്ടികൾ ഇതിന് പുറമെ നമുക്ക് മൊത്തം എൻ്റെ മാനേജ്മെൻറ്റിൽ മൊത്തം 12,000 കുട്ടികൾ പഠിക്കുന്നുണ്ട്. ഇത്രയൊക്കെ ഇവിടെ നിന്ന് വളരെ ഇക്കടെ ജീവിതം ആരംഭിക്കുന്നത് അല്ലെങ്കിൽ ഒരു ബിസിനസ് രംഗത്തേക്ക് കടന്നു വരുന്നത് 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. അത് അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ 10 വയസ്സിൽ. ഈ 10 വയസ്സ് മുതൽ ഇത്രയും കാലത്തെ ജീവിതത്തിന് ഇക്ക തിരിഞ്ഞു നോക്കുമ്പോൾ ഇക്കടെ ലൈഫിൽ എന്താണ് ഇപ്പോൾ തോന്നുന്നത്? എനിക്ക് വളരെ സന്തോഷമാണ്. ഈ ലൈഫ് ബാക്കിയുള്ളവർക്കും അത് നടത്താൻ കഴിഞ്ഞാൽ നമുക്ക് ജീവിതം വളരെ സുന്ദരമായി നടത്താൻ കഴിയും. ഞാൻ എപ്പോഴും പോസിറ്റീവ് തിങ്ക് ചെയ്യുന്ന ഒരാളാണ്. ഞാൻ സാധാരണ പറയാറുണ്ട്, ലൈഫ് ഈസ് എ വണ്ടർഫുൾ ജേർണി, ഒരു യാത്രയാണ്. ജീവിതം വളരെ സുന്ദരമായ സന്തോഷകരമായ യാത്രയാണ്.
ഈ യാത്ര നമ്മൾ ആസ്വദിക്കുക, മുന്നോട്ട് പോകുക. അതില് പ്രതിസന്ധികളുണ്ടാവും, പ്രശ്നങ്ങളുണ്ടാവും. അതിനെയൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ മാത്രമേ നമുക്ക് എൻഡിലെത്താൻ സാധിക്കൂ. തീർച്ചയായിട്ടും ആ എൻഡില് ഇക്കാക്ക് എത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? ആ വിന്നിംഗ് പോയിന്റിൽ ഇക്കാക്ക് എത്താൻ സാധിച്ചിട്ടുണ്ടോ? ഒരുപാട് തവണ ഞാൻ എത്തിയിട്ടുണ്ട്. ഒരു പ്രാവശ്യമല്ല, ഒരുപാട് തവണ എത്തിയിട്ടുണ്ട്. ഇതിന്റെ രഹസ്യം എന്താണ്? എൻ്റെ അതിന് സമർപ്പണമാണ്, അതിലേക്കുള്ള വിശ്വാസം. എന്നുവെച്ചാൽ ഞാൻ എല്ലാ സമയത്തും ഈ ഒരു അഡ്വഞ്ചർ, ഒരു റിസ്ക് ഞാൻ ഏറ്റെടുക്കും. എനിക്കങ്ങനെ ഭയമില്ല. ദൈവം എത്രമാത്രം, ദൈവത്തിന്റെ വിശ്വാസം എത്രത്തോളം ഉണ്ട്? ഏറ്റവും ഞാൻ വിശ്വാസം അതാണ്. ഏത് അവസ്ഥയിലും എൻ്റെ കൈ പിടിക്കുന്നത്, എൻ്റെ അതിനുള്ളൊരു സന്ദർഭം ഉണ്ടാക്കുന്നത്. അത് എത്രത്തോളം ജീവിതത്തിൽ ഒരു നമ്മളത് ഏറ്റവും കൂടുതൽ ഇന്നത്തെ കാലഘട്ടങ്ങളിൽ ആ ഒരു ചോദ്യത്തിന് പ്രസക്തിയുണ്ട്. കാരണം ഇന്ന് സമൂഹത്തിൽ നടക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് നമ്മളത് വലിച്ചഴിക്കുമ്പോൾ ഇന്ന് ദൈവവുമായിട്ട്, ദൈവവിശ്വാസത്തിന്മേലുള്ള അടിയുറച്ച വിശ്വാസത്തിൽ ഇസ്ലാം പറഞ്ഞിരിക്കുന്ന മാതൃകയിലുള്ള ഒരു വിശ്വാസിക്ക് അത് ജീവിതശൈലിയുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ എത്രത്തോളം വിജയിക്കാൻ സാധിക്കുന്നുണ്ട്? തീർച്ചയായിട്ടും എൻ്റെ പ്രവർത്തനത്തിൻ്റെ വിജയം തന്നെ എനിക്ക് ദൈവത്തിലുള്ള വിശ്വാസമാണ്. നബിചര്യ അനുസരിച്ചുള്ള ജീവിത രീതി, ജീവിതത്തിന് ഉപരിയായിട്ട് വിശ്വാസമാണ്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ സത്യസന്ധമായി ചെയ്യുമ്പോൾ നമുക്ക് വിജയം ഉണ്ടാകുമെന്നുള്ള ഏറ്റവും വലിയ വിശ്വാസമാണ് എൻ്റെ കാര്യങ്ങൾ വിജയിക്കാൻ മുന്നോട്ട് പോകുന്നത്. ഇന്ന് കാസർഗോഡ് ജില്ലയിൽ ഏറ്റവും തലയുയർത്തിയിരിക്കുന്ന ഒരു സിറ്റി ടവർ എന്ന് പറയുന്ന ഹോട്ടലിലാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത്. അതിൻ്റെ ഉടമസ്ഥനും കൂടിയാണ് ഇക്ക. വളരെ, കാരണം സിറ്റിയുടെ ഹൃദയഭാഗത്ത് ഈ ഹോട്ടലിൽ ഇരുന്ന് ഈ ഹോട്ടലിന് നേതൃത്വം നൽകി മുന്നോട്ട് പോകുമ്പോൾ ഈ ഹോട്ടൽ വ്യവസായത്തിൻ്റെ ഇന്നത്തെ പ്രതിസന്ധികളെ എങ്ങനെ നോക്കിക്കാണും? ഞാൻ ഇന്ന് വരെ അത് ആലോചിച്ചിട്ടേ ഇല്ല, ചിന്തിച്ചിട്ടില്ല. പ്രതിസന്ധി എന്ന് പറയുന്ന ഒരു കാര്യത്തെപ്പറ്റി ഞാൻ സാധാരണ ആലോചിക്കാറില്ല. അത് തരണം ചെയ്യാനുള്ള മനസ്സാണ്. അത് നമ്മളെന്താ പറയുക, ദ ടൈം വിൽ ഹീൽ എന്ന് പറയുന്ന ഒരു ഫോർമുലയുണ്ട്. അത് തനിയെ നമുക്കത് ഉണ്ടാവും. ഒരുപാട് ബിസിനസ് ആൾക്കാരെ ഞാൻ ഈ പ്രോഗ്രാമിലൂടെ ഇൻ്റർവ്യൂ ചെയ്തു. വ്യത്യസ്തമായി താങ്കളെ എനിക്ക് കാണാൻ കഴിയുന്നത് മുഖത്ത് ഒരു പ്ലസൻറ്റ്, വളരെ സന്തോഷമായിരിക്കുന്ന ഒരു മനസ്സ്, ഒരു ടെൻഷൻ ഇല്ലാത്ത ഒരു റിയൽ ബിസിനസ്സുകാരൻ, അല്ലെങ്കിൽ ഒരു പബ്ലിക്കിനെ എത്രത്തോളം സെർവ് ചെയ്യുന്ന ഒരാളാണ് എനിക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. ഇതിൻ്റെ രഹസ്യം എന്താ? നമ്മുടെ തിങ്കിങ് ആണ്, പോസിറ്റീവ് തിങ്കിങ് ആണ് നമുക്ക് എപ്പോഴും വേണ്ടത്. എപ്പോഴും പോസിറ്റീവായി തിങ്ക് ചെയ്യണം. അതിനുള്ള മൈൻഡ് സെറ്റ് ആദ്യം ഉണ്ടാക്കി വെക്കണം. നമുക്ക് എന്ത് പ്രശ്നങ്ങളില്ലാതെ മിനിറ്റുകളില്ല, നിമിഷങ്ങളില്ല, ഇതൊക്കെ പ്രശ്നങ്ങളാണ്. നമ്മൾ ജീവിക്കുന്ന പ്രശ്നങ്ങളാണ്. മരിക്കാൻ പ്രശ്നമില്ല, ജീവിക്കാനാണ് പ്രശ്നം. അപ്പോൾ ആ പ്രശ്നങ്ങൾ നമുക്ക് അതിൻ്റെ മാക്സിമം എന്താണ് അനുഭവപ്പെടുക? ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വേഴ്സ്റ്റ് എന്താണ്? ഒരു മരണമാണ് അല്ലേ? അത് നമ്മൾ മനസ്സിലുണ്ട്, നമ്മളെപ്പോഴും മരിക്കും എന്നുള്ളത്. അതിൻ്റെ ഇടയിൽ കിട്ടുന്നതൊക്കെ നമുക്ക് സന്തോഷത്തിൻ്റെ ധനങ്ങളല്ലേ? അത് നമ്മൾ ആസ്വദിക്കുക. ആസ്വദിക്കുക, അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്.